ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമവചന ധ്യാനം ക്ലാസ് 70. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 5-ാമത്തെ അധ്യായം 34 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. 2033 ഏപ്രിൽ മാസം 5-ാം തീയതി ആകുമ്പോൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് കൃത്യം 2000 വർഷം തികയും. അതൊരു മഹാജൂബിലിയാണ്. ആ മഹാജൂബിലിക്ക് ഒരുക്കമായി നമ്മൾ നവവത്സര തിരുവചന ധ്യാനം ആരംഭിച്ചിരുന്നു. തിങ്കളാഴ്ച ദിവസങ്ങളിൽ പഴയ നിയമം ഉൽപ്പത്തിയിലും, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പുതിയ നിയമം അത് സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിലുമാണ് നമ്മൾ ആരംഭിച്ചത്. അതിൻ്റെ 70-ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ നമുക്ക് 5-ാമത്തെ അധ്യായം സ്ലീഹന്മാരുടെ നടപടി 5-ാമത്തെ അധ്യായം 34 മുതലുള്ള വചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനത്തിന് വിധേയമാക്കുന്നത്. അപ്പോൾ ധർമ്മോപദേഷ്ടാവും സർവ്വജനത്തിനും ആദരണീയനുമായ ഗമാലിയേൽ എന്ന ഫരിസയൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് അവരെ കുറച്ചു നേരം പുറത്ത് നിർത്താൻ ആവശ്യപ്പെട്ടു. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഈ നാളുകൾക്ക് മുൻപേ തെബുദാസ് എന്നൊരുവൻ രംഗപ്രവേശം ചെയ്ത് താൻ മഹാൻ എന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവൻ്റെ കൂടെ ചേർന്നു. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവരെല്ലാവരും ചിന്നിച്ചെതറി നാമാവശേഷമാവുകയും ചെയ്തു. അവനുശേഷം പേരെഴുത്തിന്റെ കാലത്ത് ഗലീലക്കാരനായ യൂദാസ് എഴുന്നേറ്റ് ജനത്തെ തൻ്റെ പക്ഷം ചേരാൻ വശീകരിച്ചു. അവനും നശിച്ചു. അവനെ അനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മനുഷ്യരെ വിട്ടൊഴിഞ്ഞുകൊള്ളുവിൻ. ഈ ആലോചനയും ഉദ്യമവും മാനുഷികമാണെങ്കിൽ അത് നശിച്ചു പോകും. മറിച്ച് ദൈവികമാണെങ്കിലോ അത് നശിപ്പിക്കാൻ നമുക്ക് കഴിയുകയില്ലല്ലോ. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ. അവർ അവനോട് യോജിച്ചു. അവർ അപ്പസ്തോലന്മാരെ വരുത്തി അടുപ്പിച്ചതിന് ശേഷം ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തെ പ്രതി അവമാനം സഹിക്കാൻ യോഗ്യരായി എണ്ണപ്പെടുന്നതിൽ സന്തോഷിച്ചുകൊണ്ട് അവർ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീട് തോറും ചെന്ന് പഠിപ്പിക്കുന്നതിലും യേശുവാണ് ക്രിസ്തു എന്ന സുവിശേഷം അറിയിക്കുന്നതിലും നിന്ന് വിരമിച്ചില്ല. നമ്മൾ ചെയ്യാറുള്ളത് പോലെ ചില വാക്കുകളുടെ അപഗ്രഥനമാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. ഗമാലിയലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ധർമ്മോപദേഷ്ടാവ് എന്നാണ്. ഗ്രീക്കിൽ നോമോ ഡിഡാസ്കലോസ്. ഡിഡാസ്കലോസ് എന്ന വാക്കിന് അധ്യാപകൻ എന്നാണ് അർത്ഥം. നോമോ എന്ന് പറഞ്ഞാൽ നിയമം. മോശയുടെ ന്യായപ്രമാണത്തിൽ അവഗാഹമുള്ളവരും പണ്ഡിതന്മാരും അത് പഠിപ്പിക്കുന്നവരും എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ആ ഗണത്തിലെ ഒരാളാണ് ഗമാലിയേൽ. ഈ ധർമ്മോപദേഷ്ടാവ് എന്ന പരിഭാഷയ്ക്ക് പകരം നിയമപണ്ഡിതൻ എന്ന പരിഭാഷയും ചേരും. ലൂക്കാസ് 5-ാമത്തെ അധ്യായം 17, ലൂക്കാസിന് സുവിശേഷം 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 17-18 വാക്യങ്ങളിൽ മറ്റൊരു ദിവസം ഇങ്ങനെ സംഭവിച്ചു. അവൻ പഠിപ്പിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യെറൂസലേമിൽ നിന്നും വന്ന ഫരിസയരും നിയമപണ്ഡിതന്മാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കാനുള്ള കർത്താവിന് ശക്തി അവനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ തളർവാദം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വെക്കാൻ ശ്രമിച്ചു. അപ്പൊ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ആ രംഗത്ത് അവിടെ ഉണ്ടായിരുന്നത് ഫരിസയരും നിയമപണ്ഡിതരും. ലൂക്കാസ് ഉപയോഗിക്കുന്ന വാക്കും നോമോ ഡിഡസ്കലോസ് എന്നാണ്. നോമോ ഡിഡസ്കലോസ്. ഡിഡസ്കലോസ് എന്ന് പറഞ്ഞാൽ അധ്യാപകൻ, നോമോ എന്ന് പറഞ്ഞാൽ നിയമം അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണം. അപ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിന് അധ്യാപകര് അല്ലെങ്കിൽ മോശയുടെ നിയമം വ്യാഖ്യാനിക്കുന്ന ആളുകൾ, അവരെയാണ് ഈ നോമോ ഡിഡാസ്കലോസ് എന്ന് പറയുന്നത്. ഗമാലിയേൽ അത്തരത്തിലുള്ള ഒരാളാണ്. ചിലപ്പോൾ മറ്റൊരു വാക്ക് നമ്മൾ കാണാറുണ്ട്, വേദശാസ്ത്രികൾ. അതിനുള്ള ഗ്രീക്ക് വാക്ക് ഗ്രമ്മത്തെവസ് എന്നാണ്. വേദശാസ്ത്രികൾ എന്ന് പറഞ്ഞാൽ ഗ്രമ്മത്തെവസ്. ഇവരൊക്കെ തന്നെ ഈ ഗ്രൂപ്പിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മത്തായി സുവിശേഷം 9:3, മർക്കോസ് 2:6 വേദശാസ്ത്രികൾ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്, ഗ്രമ്മത്തെവസ് എന്ന് ഗ്രീക്കിൽ. ഈ ഗമാലിയേൽ എന്താണ് പറഞ്ഞത്? ഗമാലിയേൽ ആരാണ്? ഒരു ഫരിസയനാണ്. മോശയുടെ ന്യായപ്രമാണത്തിന് അധ്യാപകനാണ്. ഈ ഗമാലിയേൽ എന്ന ആളെക്കുറിച്ച് നമുക്ക് എന്താ അറിയാം? കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിചയമുണ്ട്. ഒന്ന്, ഈ ക്രിസ്തുവർഷം 20-നും 50-നും ഇടയിൽ യെറൂസലേമിൽ വളരെ സ്വാധീനമുണ്ടായിരുന്ന ഗമാലിയേൽ ഒന്നാമനാണ് ഈ പറഞ്ഞ ഗമാലിയേൽ. ലൂക്കാസ് സ്നേഹന്മാരുടെ നടപടി പുസ്തകത്തിൽ പറയുന്ന ഗമാലിയേൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഗമാലിയേൽ ഒന്നാമൻ എന്നാണ്. ക്രിസ്തുവർഷം 20-നും 50-നും ഇടയിൽ യെറൂസലേം വളരെ സ്വാധീനമുണ്ടായിരുന്ന അധ്യാപകനായിരുന്നു ഈ ഗമാലിയേൽ. മഹാനായ ഹില്ലേലിന്റെ പിൻഗാമിയായിരുന്നു ഇദ്ദേഹം. മഹാനായ ഹില്ലേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ കാലത്ത് 2 കലാലയങ്ങളാണ് അക്കാലത്ത് പ്രശസ്തമായിരുന്നത്. ഒന്ന് ഷമ്മായി സ്കൂള്, മറ്റൊന്ന്
ഹില്ലേലിൻ്റെ സ്കൂള്, മഹാനായ ഹില്ലേൽ. ആ മഹാനായ ഹില്ലേലിൻ്റെ പിൻഗാമിയാണ് ഈ ഗമാലിയേൽ. ഒരു പാരമ്പര്യം പറയുന്നത് ഈ ഹില്ലേലിൻ്റെ പേരക്കിടാവും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ കൈകളിലെടുത്ത പ്രവാചകനായ ഷെമിയോൻ, ആ ഷെമിയോന്റെ മകനുമായിരുന്നു ഈ ഗമാലിയേൽ എന്നാണ്. ലൂക്കാസ് സുവിശേഷം 2-ാമത്തെ അധ്യായം 25-ാം വാക്യത്തിൽ ഷെമിയോൻ ഈശോയെ കൈകളിലെടുത്തു എന്ന് പറയുന്നുണ്ട്. ആ ഷെമിയോന്റെ മകനായിരുന്നു. അപ്പോൾ മഹാനായ ഹില്ലേലിന്റെ പേരക്കിടാവായിരുന്നു ഈ ഗമാലിയേൽ എന്നാണ് പറയുന്നത്. യഹൂദജനം വളരെ ആദരിച്ചിരുന്നു ഈ ഗമാലിയേലിനെ. അതുകൊണ്ട് സാധാരണ ഗുരുക്കന്മാരെ റബ്ബി എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ ഗമാലിയേലിനെ വിളിച്ചിരുന്നത് റംബാൻ എന്നാണ്. റംബാൻ എന്ന് പറഞ്ഞാൽ ആ വിശേഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗുരു എന്നാണ് അതിനർത്ഥം. റബ്ബി എന്ന് പറഞ്ഞാൽ ഗുരു, റംബാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗുരു. അതായത് അത്രയും അദ്ദേഹത്തോട് ആദരവുണ്ട്, ബഹുമാനമുണ്ട്, ഒരു ബന്ധമുണ്ട്. ഞങ്ങളുടെ ഗുരുവാണ്, ഞങ്ങളുടെ വികാരിച്ച് എന്നൊക്കെ ഉള്ള അഭിമാനത്തിൽ ചിലപ്പോൾ പറയില്ലേ. അപ്പോൾ ഞങ്ങളുടെ അച്ഛനാണ്, ഞങ്ങളുടെ ഗുരു. അതാണ് ആ വാക്കിനർത്ഥം, റംബാൻ എന്ന വാക്കിനർത്ഥം. അങ്ങനെയാണ് ഈ ഗമാലിയേലിനെ വിളിച്ചിരുന്നത്. ക്രിസ്തുധർമ്മത്തോ ഈ സഹാനുഭൂതിയോടെ വീക്ഷിച്ചവൻ എന്ന നിലയിലും ഇപ്പം നമ്മൾ കാണുന്ന ഈ ടെക്സ്റ്റ് അതാണ്. പൗലോസിന്റെ അധ്യാപകൻ എന്ന നിലയിലും ഈ ഗമാലിയേലിന്റെ കീഴിലിരുന്നിട്ടാണ് പൗലോസ് പഠിച്ചത്. സ്ലീഹന്മാർ നടപടി 22-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്. ഈ ഗമാലിയേലിന്റെ ശിഷ്യനായിരുന്നു പൗലോസ് ലീഹ. അപ്പോൾ പൗലോസ് ലീഹയുടെ അധ്യാപകൻ എന്ന നിലയിലും ഗമാലിയേല് യഹൂദർക്ക് മാത്രമല്ല ക്രിസ്ത്യാനികൾക്കും വളരെ പ്രിയപ്പെട്ടവനാണ്, ആദരവ് പിടിച്ചു പറ്റിയിട്ടുള്ള ആളാണ്. ഗമാൽ എന്ന വാക്കിന് പ്രതിഫലം, നിക്ഷേപം എന്നൊക്കെയാണ് അർത്ഥം. ഗമാലിയേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിക്ഷേപം, ദൈവത്തിന്റെ പ്രതിഫലം എന്നൊക്കെയാണ്. ദൈവമാണ് എൻ്റെ പ്രതിഫലം എന്നർത്ഥം വരാം. അപ്പോൾ ദൈവമാണ് എൻ്റെ നിക്ഷേപം, ദൈവമാണ് എൻ്റെ പ്രതിഫലം എന്നെല്ലാം അർത്ഥം വരാം. അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിഫലം, ദൈവത്തിന്റെ നിക്ഷേപം, അങ്ങനെയും അർത്ഥം വരാം. അല്ലെങ്കിൽ ദൈവമാണ് എൻ്റെ നിക്ഷേപം, ദൈവമാണ് എൻ്റെ പ്രതിഫലം, അങ്ങനെയും അർത്ഥം വരാം. പലതരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു വാക്കാണ് ഗമാലിയേൽ. ഈ ഗമാലിയേൽ എന്താണ് പറയുന്നത് ഈ സാനഗന്ധൻ സംഘത്തില്, അത് ഈ ന്യായാധിപ സംഘത്തില് അദ്ദേഹം 2 ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഈ മനുഷ്യരോട്, അതായത് സ്ലീഹന്മാരോട് വളരെ സൂക്ഷിച്ചു വേണം പെരുമാറാൻ. ഇതിനു മുമ്പ് 2 സംഭവങ്ങളുണ്ട്. അതിലൊന്ന് തെവുദാസ് എന്നൊരാളാണ്. തെവുദാസ് എന്നൊരുവൻ രംഗപ്രവേശം ചെയ്ത് താൻ മഹാൻ എന്ന് നടിച്ച് അങ്ങനെ ഏകദേശം 400 പുരുഷന്മാർ അവൻ്റെ കൂടെ ചേർന്നു. പക്ഷെ അവനും നശിച്ചു, അവനനുസരിച്ചവരെല്ലാം പിന്നീട് ചിഹ്നിച്ചിതറി. കത്തോലിക്ക സഭയെ തോൽപ്പിക്കാൻ വേണ്ടി പല ഗ്രൂപ്പുകളുണ്ടായി, പലതും നശിച്ചു പോയി. ചിലതെല്ലാം തിരിച്ചു വന്നു, ചിലതെല്ലാം ചിഹ്നിച്ചിതറി. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ചരിത്രത്തിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ കഥയാണ് ഈ ഗമാലിയേൽ പറയുന്നത്, തെവുദാസ്. ഈ തെവുദാസിനെ കുറിച്ച് നമുക്ക് ഈ ഗമാലിയേലിന്റെ സാക്ഷ്യമല്ലാതെ പുറത്ത് അധികം കാര്യങ്ങൾ അറിയില്ല. എങ്കിലും ഒരു കാര്യം നമുക്കറിയാം, ക്രിസ്തുവർഷം 44-ലും 46-ലും മറ്റൊരു തെവുദാസ് കലാപം സൃഷ്ടിച്ചിട്ടുണ്ട്. അയാളുടെ മുന്നേറ്റത്തെ റോമായുടെ ഭരണാധികാരി സുസ്പീസിയൂസ് ഫാദുസ് അടിച്ചമർത്തുകയും ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ച് യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസഫസ് യഹൂദരുടെ പൗരാണികത എന്ന പറഞ്ഞ ഗ്രന്ഥത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ക്രിസ്തുവർഷം 44-ലും 46-ലും ഒരു തെവുദാസ് കലാപം സൃഷ്ടിച്ചിട്ടുണ്ട്. അയാളുടെ മുന്നേറ്റത്തെ കലാപത്തെ അടിച്ചമർത്തിയിട്ടുണ്ട് റോമൻ ഭരണാധികാരി സുസ്പിസിയൂസ് ഫാദുസ് എന്ന് പറഞ്ഞ ഭരണാധികാരി. മാത്രമല്ല ഈ മഹാനായ ഹെറോദസിന്റെ മരണത്തിന് ശേഷം, അതായത് BC 1-ലാണ് മഹാനായ ഹെറോദസ് മരിക്കുന്നത്. BC 4 എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പൊ നമുക്ക് കൃത്യമായി തെളിവ് കിട്ടിയിട്ടുണ്ട് BC 1-ലാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഈ മഹാനായ ഹെറോദസിന്റെ മരണത്തിന് ശേഷം 3 കലാപങ്ങളെങ്കിലും യഹൂദദേശത്ത് ഉണ്ടായിരുന്നു. അതിലേതെങ്കിലും ഒന്നാണ് ഈ ഉദ്ദേശിക്കുന്നത്. ഇതും ഈ ഫ്ലാവിയസ് ജോസഫസ് യഹൂദരുടെ പൗരാണികത എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഹെറോദസ് മരിച്ചതിന് ശേഷം 3 കലാപങ്ങളെങ്കിലും യഹൂദദേശത്തുണ്ടായിട്ടുണ്ട്. അവയിലൊന്നാണ് ഗമാലിയേൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തെവുദാസ് വന്ന് ഞാൻ വലിയ മഹാനാണെന്നൊക്കെ നടിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നേറ്റമൊക്കെ നശിച്ചു പോയി. അദ്ദേഹത്തിന്റെ കൂടെ കൂടിയവരൊക്കെ ചിഹ്നിച്ചിതറി. അപ്പൊ അതുകൊണ്ട് അതിനർത്ഥം എന്താണ്? അത് ദൈവത്തിൽ നിന്നുള്ള ഒരു മുന്നേറ്റമായിരുന്നില്ല. അത് ഈ അൽമായ മുന്നേറ്റം പോലെയും വിമത വൈദികരുടെ കലാപം പോലെയൊക്കെ ഉള്ള ഒരു കലാപം എത്ര നാൾ നീണ്ടു നിൽക്കും? വളരെ കുറച്ച് നാളത്തേക്ക്. അതൊരു പൈശാചികമായ സംഗതി ആയതുകൊണ്ട് നിലനിൽക്കില്ല. മറ്റൊന്ന് പറയുന്നത്, പേരെഴുത്തിന്റെ കാലത്ത് കാനേഷുമാരി, അതായത് സെൻസസിന്റെ കാലത്ത് ഒരു യൂദാസ് എഴുന്നേറ്റ് ജനത്തോട് തന്റെ പക്ഷം ചേരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ കുറെ പേര് പക്ഷം ചേർന്നു, അയാളെ നശിച്ചു, അയാളുടെ കൂടെ ഉണ്ടായിരുന്നവർ ചിതറിപ്പോയി. ഇതാണ് ഗമാലിയേൽ പറഞ്ഞ 2-ാമത്തെ സംഭവം.
ഈ ലൂക്കാസിനെ സംബന്ധിച്ചിട്ട് 2-ാമത്തെ അധ്യായത്തിൽ ഒരു അഗസ്റ്റസ് സീസർ ഒരു കണക്കെടുപ്പ് നടത്തുന്നുണ്ട്. ആ കണക്കെടുപ്പല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. യഹൂദായുടെ രാജാവായിരുന്ന അർക്കലവസിനെ മാറ്റി ആ പ്രദേശത്തെ ഈ യഹൂദദേശത്തെ റോമയുടെ നേരിട്ടുള്ള ഭരണത്തെ കീഴിലാക്കിയ ക്രിസ്തുവർഷം 6 മറ്റത് യേശു ജനിക്കുന്ന സമയത്താണ് BC 2 ഇത് ക്രിസ്തുവർഷം 6 ഒരു കാനേഷമാരി അല്ലെങ്കിൽ ഒരു സെൻസസ് എടുത്തിരുന്നു. ആ സെൻസസിനെ കുറിച്ചാണ് ഗമാലിയേൽ പറയുന്നത്. ഗലീലക്കാരനായ യൂദാസ് ഈ 2-ാമത്തെ സെൻസസ് നടത്തിയത്, ആദ്യത്തെ സെൻസസ് നടത്തിയത് ഭൂമി രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. 2-ാമത്തെ സെൻസസ് നടത്തിയത് ടാക്സ് പിരിക്കാൻ വേണ്ടിയാണ്, നികുതി പിരിക്കാൻ വേണ്ടി, ഓരോരുത്തർക്ക് എത്ര നികുതി വേണമെന്ന് നിശ്ചയിക്കാൻ. അപ്പോൾ 1-ാമത്തെ സെൻസസ് സ്വന്തമായിട്ട് ഭൂമി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയായിരുന്നു ആ കണക്കെടുപ്പ്. ആ സമയത്താണ് ജോസഫും മറിയൊക്കെ ബേത്ലഹേമിലേക്ക് പോകുന്നതും ഈശോ അവിടെ ജനിക്കുന്നതും. അത് ആദ്യത്തെ കണക്കെടുപ്പ്. 2-ാമത്തെ കണക്കെടുപ്പ് നടന്നത് ക്രിസ്തുവർഷം 6 നികുതി പിരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി. അതിനെതിരെ അക്രമാസക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തവനാണ് ഈ യൂദാസ്, ഗലീലക്കാരനായ യൂദാസ്. അതും ഫ്ലാവിയസ് ജോസഫസ് യഹൂദരുടെ പൗരാണികത ആന്റിക്വിറ്റീസ് ഓഫ് ദ ജ്യൂസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് 18-ാമത്തെ അധ്യായത്തിൽ. അയാളുടെ പ്രത്യശാസ്ത്രം സായുധ വിപ്ലവമാണ്. യൂദാസൊക്കെ ആ തരത്തിൽ നമ്മൾ യൂദാസ്ക്ക് അറിയാത്ത ഇല്ലേ, കഠാര കൊണ്ട് നടക്കുന്നവൻ എന്നൊരർത്ഥം അങ്ങനെയുണ്ട്. സിക്കാരി, ഒരല്പം വളഞ്ഞിട്ടുള്ള കത്തി കൊണ്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഈ സെലോട്ടുകളുടെ ഇടയിൽ തന്നെ, സിക്കാരി എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. ആ സിക്കാരി വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു യൂദാസ് കറിയാത്ത. അതായത് സായുധ വിപ്ലവത്തിലൂടെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വിചാരിക്കുന്ന പോലെ സോഷ്യലിസം തോക്കിൻ തൊഴിലൂടെയും വാളും പിന്നെ വാക്കത്തിയുമായിട്ട് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്ന, അക്രമത്തിലൂടെ സോഷ്യലിസം കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്ന പോലെയുള്ള അത്തരം ഒരു കൂട്ടരാണ് ഈ പറഞ്ഞ ഗലീലക്കാരനായ യൂദാസ്. സായുധ വിപ്ലവമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശയം. തീവ്ര വലതുപക്ഷ ചിന്താഗതിയുള്ള സെലോട്ടുകളുടെ ഒരു മുൻഗാമി എന്ന് പറയാം. പിന്നീട് ഈ യൂദാസിൻ്റെയൊക്കെ ഗലീലക്കാരൻ യൂദാസിൻ്റെ ചുവട് പിടിച്ച് സെലോട്ടുകൾ AD 35 സായുധ വിപ്ലവം തുടങ്ങി. അതാണ് പിന്നീട് AD 66-70 കാലയളവിലെ യഹൂദ യുദ്ധത്തിൽ കലാശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സായുധ വിപ്ലവത്തിന് ആൾക്കാർ വിളിച്ചു കൂട്ടിയ ഒരാളായിരുന്നു ഗലീലക്കാരൻ യൂദാസ്. അതും ദൈവത്തിൻ്റെ രീതിയല്ല ഇല്ലേ. കുർബാന കൊണ്ടുപോകുന്ന മാപ്പാപ്പയുടെ ഡെലഗറ്റിന് കുപ്പിയെറിയുക, കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വന്യവയോധികനെ ചവിട്ടിക്കൂട്ടുക, അരമന കയ്യേറുക, ഇങ്ങനെ ഈ വിപ്ലവം, സായുധ വിപ്ലവം. പിന്നെ ഗുണ്ടകളുമായിട്ട് വന്ന് സഭയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഗുണ്ടകളുമായിട്ട് വരിക, ഗുണ്ടകൾക്ക് പൈസ കൊടുക്കണമെന്ന് പറയുക, അത് കൊടുക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എല്ലാം മോശമായിട്ട് സമൂഹമാതിൽ ചിത്രീകരിക്കുക. ഇതൊന്നും തന്നെ പിന്നെ കള്ളു കുടിച്ചായിട്ട് സമ്മേളനത്തിന് വരിക, തങ്ങളുടെ നേതൃത്വം കൈവിട്ട് പോകുമോ എന്ന് വിചാരിച്ചിട്ട് അഴിമതിയിൽ പൂണ്ട് കിടക്കുന്നവർ അഴിമതിക്കാരല്ലാത്തവർക്കെതിരെ ഇല്ലേ ചെളി വാരി എറിയ, ഇങ്ങനെയുള്ള ഒരുപാട് പൈശാചിക പ്രവർത്തനം നടക്കുന്നുണ്ട്. അതൊക്കെ താനെ നശിച്ചു പോകും. ഇതാണ് ഗമാലിയേൽ പറഞ്ഞത്, താനെ നശിച്ചു പോകും. കാരണം അതുകൊണ്ട് ഇത് ദൈവത്തിൽ നിന്നാണോ മനുഷ്യരിൽ നിന്നാണോ അത് നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ എന്നാണ് ഗമാലിയേൽ ആവശ്യപ്പെട്ടത്. ഈ ആലോചനയും ഉദ്യമവും എന്നാണ് ഗമാലിയേൽ പറഞ്ഞത്. അതായത് സ്ലീഹന്മാരുടെ ആലോചനയും ഉദ്യമവും. ഉദ്യമം എന്ന് ഉപയോഗിക്കുന്ന വാക്ക് എർഗോൺ എന്നാണ്. എർഗോൺ നമ്മൾ ലിറ്റർജി എന്ന് പറഞ്ഞാൽ അതിന് എർഗോൺ എന്ന വാക്ക് കർത്തവ്യം, കർമ്മം, കൃത്യം, ഉദ്യമം, തൊഴിൽ, പ്രവർത്തനം, ജീവിതവൃത്തി എന്നെല്ലാം അതിനർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ലീഹന്മാരുടെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ഇസ്രായേലിയർ ഒരുമിച്ച് കൂടി സഭയിലേക്ക് വരുന്നതിനെയാണ്. സ്ലീഹന്മാരുടെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ, ശ്ലൈഹിക കെരിഗ്മയിലൂടെ ഇസ്രായേലിയരെല്ലാം ഒരുമിച്ച് കൂടി സഭയിലേക്ക്, കത്തോലിക്ക സഭയിലേക്ക് വരുന്നു. അതിനെയാണ് ഇവിടെ ഉദ്യമം എന്ന് പറയുന്നത്. ഈ ആലോചനയും ഉദ്യമവും അപ്പോൾ അതൊരു പ്രവർത്തനമാണ്, സ്ലീഹന്മാരുടെ പ്രവർത്തനമാണ്. അതിലൂടെയാണ് സഭയിൽ ആളുകൾ വന്നു ചേരുന്നത്. അതിനെയാണ് ഈ ഗമാലിയേൽ ഉദ്ദേശിക്കുന്നത്. 1:15 സ്ലീഹന്മാരുടെ നടപടി 1:15, 1:21, 2:14, 2:36 അത് കാണാം. ഈ ഉദ്യമവും ആലോചന ദൈവികമാണെങ്കിലോ ശ്ലൈഹിക സഭയുടെ സ്ഥാപകനും ഇസ്രായേലിനെ ഒരുമിച്ച് കൂട്ടി സഭയിലേക്ക് കൊണ്ടുവരുന്നവനും ദൈവമാണ്, കർത്താവ് ഈശോ മിശിഹായാണ്. അപ്പൊ സ്ലീഹന്മാരുടെ കെരിഗ്മ എന്ന മാനുഷിക ഉദ്യമത്തിലൂടെ ദൈവമായ കർത്താവാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ദൈവികമാണിത്. മനുഷ്യരെ ഉപയോഗിച്ച് ദൈവം പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഈ ഉദ്യമം വെറും മാനുഷികമല്ല. മനുഷ്യരാണ് ചെയ്യുന്നതെങ്കിലും
ദൈവമാണ് ആ മനുഷ്യരിലൂടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഉദ്യമത്തിനെതിരെ നമ്മൾ നിന്നാൽ ദൈവത്തോട് കലഹിക്കുന്നു എന്നർത്ഥം വരും. ദൈവത്തോട് പോരാടുന്നു. ഗ്രീക്കില് തെയോ മഹോയ് എന്നാണ്. തെയോ മഹോയ്, ദൈവത്തോട് മത്സരിക്കുന്നവർ, ദൈവത്തോട് കലാപം ഉണ്ടാക്കുന്നവർ, കലഹിക്കുന്നവർ എന്നൊക്കെ അർത്ഥം. സുവിശേഷത്തോടുള്ള എതിർപ്പ് ദൈവത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ശ്ലീഹന്മാർ നടപടി 7:19 അത് പറയുന്നുണ്ട്. അക്കാരണത്തിൽ തന്നെ വചനത്തിൽ അടിസ്ഥാനമിട്ട് പരിശുദ്ധാത്മാവിന്റെ തുണയാൽ സഭ പുറപ്പെടുവിക്കുന്ന വിശ്വാസ സത്യങ്ങളോടുള്ള എതിർപ്പും ദൈവത്തിനെതിരെയുള്ള കലാപമാണ്. ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുക. കാരണം നമ്മുടെയൊക്കെ സമുദായത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. സീറോ മലബാർ സഭയിൽ വിശേഷിച്ച് വചനത്തിൽ അടിസ്ഥാനമിട്ട് പരിശുദ്ധാത്മാവിന്റെ തുണയാൽ സഭ പുറപ്പെടുവിക്കുന്ന വിശ്വാസ സത്യങ്ങളോടുള്ള എതിർപ്പും കലാപവും ദൈവത്തോടുള്ള കലഹമാണ്. അപ്പോൾ ഈ ഗമാലിയിൽ പറഞ്ഞത് ഈ ന്യായാധിപ സംഘത്തിന് ബോധ്യമായി. അതുകൊണ്ട് അവർ ഈ സ്ലീഹന്മാരെ അധികം ശിക്ഷിക്കണമെന്ന് വിചാരിച്ച് വീണ്ടും ന്യായാധിപ സംഘത്തിലേക്ക് വിളിച്ച് അവരെ അടുപ്പിച്ച് ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചിട്ട് ഇനി മിണ്ടിപ്പോകരുത്, യേശുവിൻ്റെ നാമത്തിൽ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞ് അവരെ പുറത്താക്കി, അവരെ പറഞ്ഞു വിട്ടു. നമ്മളിപ്പോഴും കാണുന്ന സംഗതിയല്ലേ. നമ്മൾ കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഉത്തരവാദിത്വം ഏറ്റവർ തന്നെ നമ്മളോട് മിണ്ടരുതെന്ന് പറയും. അവിടെ പോകരുത്, ഇവിടെ പോകരുത്, സുവിശേഷം പ്രസംഗിക്കരുത് എന്നൊക്കെ അവർ പറയും. നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? സുവിശേഷം പറയാതിരിക്കാൻ പറ്റുമോ? ആരൊക്കെ പറഞ്ഞാലും സുവിശേഷം പ്രസംഗിക്കാനായിട്ട് മാർപ്പാപ്പയുടെ കൽപ്പനയും മെത്രാന്റെ കൽപ്പനയൊന്നും വേണ്ട. നമുക്ക് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മാർപ്പാപ്പയോടും വിശ്വാസത്വങ്ങളോടും കത്തോലിക്ക സഭയോടും ചേർന്ന് നിന്നേ ചെയ്യാവൂ. ആ വിശ്വാസപ്രമാണം ചേർന്ന് നിന്നേ ചെയ്യാവൂ. അത് പ്രധാനപ്പെട്ടതാണ്. കാരണം കർത്താവ് സുവിശേഷം ഏൽപ്പിച്ചിരിക്കുന്നതും വചനം ഏൽപ്പിച്ചിരിക്കുന്നതും സഭയാണ്. പക്ഷേ സഭയിൽ ഇൻഡിവിജ്വലായ വ്യക്തികൾ ഈ സുവിശേഷ പ്രഘോഷണത്തിന് എതിര് നിൽക്കാൻ സാധ്യതയുണ്ട്. അത് അന്നുമുണ്ട്, ഇന്നുമുണ്ട്. പക്ഷേ നമുക്ക് ഒരു കൽപ്പന ദൈവത്തിൽ നിന്ന് കിട്ടിയെന്നൊരു കൽപ്പന ബോധ്യമുണ്ടെങ്കിൽ നമ്മെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സംഗതി എന്താണ്? ഈ തിരുനാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യരായി എണ്ണപ്പെടുന്നതിൽ സന്തോഷിച്ചുകൊണ്ട്, തിരുനാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യരായി എണ്ണപ്പെടുന്നതിൽ സന്തോഷിച്ചുകൊണ്ട് സഭയുടെ കൂടെ നിൽക്കുക, സുവിശേഷം പ്രസംഗിക്കുക, കർത്താവിന് വേണ്ടി കർത്താവ് സഭയ്ക്ക് വേണ്ടി നിൽക്കുക. അപ്പോൾ തിരുനാമത്തെ പ്രതി അവമാനം സഹിക്കാൻ നമ്മൾ യോഗ്യരാകും. അതിൽ സന്തോഷിക്കണമെന്നാണ്. ആ വാക്ക് എത്ര ശക്തമായ വാക്കാണ്! തിരുനാമത്തെ പ്രതി അവമാനം സഹിക്കാൻ യോഗ്യരായി എണ്ണപ്പെടുന്നതിൽ സന്തോഷിച്ചുകൊണ്ട്. അങ്ങനെയാണ് സ്ലീഹന്മാർ. യേശുവിനെ പോലെ സഹിക്കുന്നതിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ സ്ലീഹന്മാർ ഓർക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 10-12 വാക്യങ്ങൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർ നിങ്ങൾക്കെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയും നിങ്ങൾ പീഡിപ്പിക്കുകയും ക്ലേശിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ ആനന്ദിച്ചാഹ്ലാദിച്ച് തുള്ളിച്ചാടുക. പണ്ട് പ്രവാചകന്മാർ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. പ്രവാചകന്മാരോട്, കർത്താവിൻ്റെ പ്രവാചകന്മാരോട്. ക്ലേശങ്ങളോടും മതപീഡനങ്ങളോടും ക്രിസ്ത്യാനികൾ സന്തോഷത്തോടെ പ്രതിസ്പന്ദിക്കണമെന്നുള്ള വസ്തുത പുതിയ നിയമത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 16:33, റോമ 5:3, യാക്കോബ് 1:2, 1 പെത്രോസ് 2:19-21. മാത്രമല്ല, ഏത് മതപീഡന രംഗങ്ങളിലും ഭയരഹിതരായിരിക്കും യഥാർത്ഥ സഭാമക്കളെന്ന് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കാസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 22-23, 12-ാമത്തെ അധ്യായം 4 മുതൽ 12 വരെ കർത്താവ് പറഞ്ഞത് യഥാർത്ഥ സഭാമക്കള് മതപീഡനോ മറ്റ് ഒക്കെ ഉണ്ടായാലും ഭയരഹിതരായിരിക്കും. ഇപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് സർക്കാരുകൾ ക്രിസ്ത്യാനികൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇല്ലേ, ബുദ്ധിമാന്യം വന്നവരെ നമ്മൾ നോക്കുന്നു, മാനസിക പ്രശ്നങ്ങളുള്ളവരെ നമ്മൾ നോക്കുന്നു, സ്കൂൾ ഡ്രോപ്പ് ഔട്ടിനെ നമ്മൾ നോക്കുന്നു, ഈ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ നമ്മളെടുത്ത് നോക്കുന്നു. ഇതൊക്കെ വളരെ എന്താ പറയുക, മാനുഷികമായ കാരുണ്യപ്രവർത്തികളാണ്. പക്ഷേ ഈ കാരുണ്യപ്രവർത്തികൾ ക്രിസ്ത്യാനികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പൊതുസമൂഹത്തിന് മുൻ ക്രിസ്ത്യാനികളുടെ ഒരു അനുകമ്പ, അവരോടൊരു ആദരവ്, അതിൽ വിരളി പൂണ്ടിട്ടാണ് ഇപ്പൊ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ നിർത്തലാക്കാനായിട്ട് സർക്കാരുകൾ ശ്രമിക്കണേ. കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ പാടില്ലെന്ന് സർക്കാരുകൾ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത വിധം കൂച്ചുവിലങ്ങിടുകയാണ് പുതിയ ഓരോരോ നിയമങ്ങൾ കൊണ്ടുവന്ന്. അവരെ ദൈവത്തോട് കലഹിക്കുകയാണ്, ദൈവത്തോട് പോരാടുകയാണ്. എത്ര നാളെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? എത്രയോ ഫറോവന്മാരും എത്രയോ ചക്രവർത്തിമാരും ഇതുപോലെ ദൈവത്തിനെതിരെ കലഹിച്ചു. എന്നിട്ടും ഒരു പാഠവും പഠിച്ചിട്ടില്ല. ഓരോ പ്രാവശ്യം ഇങ്ങനെ പെടുമ്പോഴും കർത്താവിൻ്റെ സുവിശേഷവും കർത്താവിൻ്റെ വചനവും വളർന്നുകൊണ്ടിരിക്കും. കാരണം
ഈ തിരുനാമത്തെ പ്രതി അവമാനം സഹിക്കുന്നതിലും പീഡ സഹിക്കുന്നതിലും സന്തോഷിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ, യഥാർത്ഥ സഭാ മക്കൾ. അത് അവർക്ക് എന്ന് തിരിച്ചറിയാൻ പറ്റും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും വളരെ ശക്തമായൊരു സന്ദേശമാണ് ഇന്ന് നമ്മളോട് പറയുന്നത്. കൂട്ടത്തിലൊരു കാര്യം കൂടിയുണ്ട്. വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് അവർ സുവിശേഷം പ്രസംഗിച്ചെന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് ഈ പെന്തക്കോസ്തക്കാരിൽ നമുക്ക് പഠിക്കേണ്ട ഒരു സംഗതിയാണ്. യഹോവ സാക്ഷികളിൽ നിന്ന് നമ്മൾ പള്ളിയിൽ പോയി അച്ഛൻ പറഞ്ഞ വചനം കേട്ട് ഇങ്ങോട്ട് പോരുകയാണ്. യഹോവ സാക്ഷികളും പെന്തക്കോസ്തക്കാരൊക്കെ വീട് വീടാന്തരം കയറി ഇറങ്ങി അവരുടെ തെറ്റായ പ്രബോധനമാണെങ്കിലും അവരുടെ പ്രബോധനം കൊടുക്കുന്നു. നമുക്ക് ശരിയായ പ്രബോധനം, സത്യപ്രബോധനം നമുക്കുണ്ട്. പള്ളിയോ വരാത്ത ഒരാളുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് പറയാനായിട്ട് എന്താ നമുക്ക് മടി? നമ്മൾ പറയേണ്ടതല്ലേ? അതുപോലെ മറ്റുള്ളവരോടും പറയേണ്ടതല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്, ഈ നമ്മുടെ കുട്ടികളോ നമ്മുടെ ആളുകളോ ജോലി സ്ഥലത്തോ ജിമ്മിലോ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ അവരുടെ ഫിലോസഫി നമ്മളോട് പറയുന്നു. ആ പ്രത്യയശാസ്ത്രം ശരിയല്ലെന്നും അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന അതല്ലെന്നും അവരോട് പറയാൻ നമുക്കെന്തേ പറ്റാത്തേ? ഇതിനുള്ള ട്രെയിനിങ് ആണ് നമുക്ക് വേണ്ടത്. അതാണ് ഈ വീട് വീടാന്തരം കയറിറങ്ങി പഠിപ്പിക്കാനായിട്ട് ഈ സ്ലീഹന്മാർ മുതിർന്നു. നമ്മളത് മുതിരണം. നമ്മുടെ വെറും പ്രത്യയശാസ്ത്രമല്ല, നമ്മുടേത് വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം നൽകിയ ദാനമാണ്. പ്രത്യയശാസ്ത്രങ്ങൾ മാനുഷിക കണ്ടുപിടുത്തങ്ങളാണ്, വിശ്വാസം ദൈവം നൽകുന്നതാ. വലിയ അന്തരമുണ്ട്. അതിനാൽ നമ്മൾ ശീലിക്കണം വീട് വീടാന്തരം കയറി ഇറങ്ങി നമ്മുടെ വിശ്വാസം പറയാനായിട്ട്. വീട് വീടാന്തരം കയറി ഇറങ്ങി മാത്രമല്ല, ജോലി സ്ഥലത്തും സ്കൂളിലും അവിടെ ഇവിടെ ഒക്കെ. കാരണം അവരുടെ ഫിലോസഫിയും പ്രത്യയശാസ്ത്രം നമ്മളോട് പറയുന്നു. അപ്പം നമ്മുടെ വിശ്വാസം എന്താ പറയാൻ മടി? മാത്രമല്ല, നമുക്ക് അതിനുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ സമയമായിരിക്കുന്നു. നേരിട്ടുള്ള സുവിശേഷവൽക്കരണത്തിന് സമയമായിരിക്കുന്നു. നമ്മളത് ചെയ്യണം. പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഏതായാലും മരിക്കും. എന്നാ മരിക്കുന്നിട്ട് അറിയില്ല. ക്യാൻസർ വന്നും പിന്നെ മറ്റു രോഗങ്ങൾ വന്നൊക്കെ മരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദമാണ് തിരുനാമത്തെ പ്രതി മരിക്കുന്നത്. അത് ആ ചങ്കൂറ്റം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.